രാത്രി 12-ന് കുറച്ചു മിനിറ്റ് മുമ്പ് കൊച്ചിയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയുടെ എമർജൻസി വാർഡിൽ സമയം നിശ്ചലമായതുപോലെ തോന്നി. പുറത്തുള്ള നഗരശബ്ദങ്ങൾ പതുക്കെ മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അകത്ത് മോണിറ്ററുകളുടെ ബീപ് ശബ്ദം ഒരേ താളത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. നഴ്സുമാർ വേഗത്തിൽ നീങ്ങുന്നുണ്ടായിരുന്നു. ഡോക്ടർമാർ ആവശ്യമായ വാക്കുകൾ മാത്രം പറഞ്ഞു. ഇവിടെ അധിക വിശദീകരണങ്ങൾക്കിടമില്ല. ഓരോ സെക്കൻഡും ഒരു തീരുമാനമാണ്. ഓരോ തീരുമാനവും ഒരു ജീവന്റെ ഭാരം വഹിക്കുന്നു. ആ രാത്രി 2 ബെഡുകളാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു നിർത്തിയത്. 2ലും ശരീരങ്ങൾ കിടക്കുന്നു. 2ലും ശ്വാസം യന്ത്രങ്ങളുടെ സഹായത്താലാണ്. പക്ഷേ അവ രണ്ടും ഒരേ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എത്തിയതല്ല. ഒന്നാമത്തെ ബെഡിൽ കിടക്കുന്നത് വിശ്വനാഥ മേനോനാണ്. നഗരത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പേര്. വർഷങ്ങളായി പണവും അധികാരവും നിയന്ത്രണവും ഒരുമിച്ച് കൈവശം വെച്ച മനുഷ്യൻ. ജീവിതത്തിൽ ഒരിക്കലും നിയന്ത്രണം നഷ്ടപ്പെട്ടില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ. ഇന്ന് അദ്ദേഹത്തിന്റെ ശരീരം നിയന്ത്രണത്തിലല്ല. ഹൃദയമിടിപ്പ് അപകടകരമായി താഴ്ന്നിരുന്നു. മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം സ്ഥിരതയില്ലാത്ത നിലയിലായിരുന്നു. മോണിറ്ററിലെ രേഖകൾ ഇടയ്ക്കിടെ ചാടിക്കൊണ്ടിരുന്നു. യന്ത്രങ്ങളുടെ സഹായത്താലാണ് ശരീരം പിടിച്ചു നിൽക്കുന്നത്. ഓരോ ബീപ് ശബ്ദവും സമയം ഓർമ്മിപ്പിക്കുന്ന അലാറമായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ ഡോക്ടർമാർ പരിശോധനകൾ പൂർത്തിയാക്കി. റിപ്പോർട്ടുകൾ വീണ്ടും വീണ്ടും പരിശോധിച്ചു. സാധാരണ ചികിത്സകളെല്ലാം കഴിഞ്ഞു. ഇനി മുന്നോട്ടു പോകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന സത്യം അവർ പരസ്പരം നോക്കി മനസ്സിലാക്കി. അത്യന്തം സങ്കീർണമായ ശസ്ത്രക്രിയ. രാജ്യത്ത് തന്നെ വിരളമായി നടക്കുന്ന ഹൈബ്രിഡ് ന്യൂറോ കാർഡിയോ പ്രൊസീജിയർ. വിജയിച്ചാൽ ജീവൻ, പരാജയപ്പെട്ടാലോ? ആ വാക്കുകൾ ആരും ഉച്ചത്തിൽ പറഞ്ഞില്ല. പക്ഷേ അവയുടെ ഭാരം എമർജൻസി വാർഡിലാകെ നിറഞ്ഞു നിന്നു. വിശ്വനാഥ് മേനോന്റെ മകൻ അർജുൻ കുറച്ച് അകലെ നിന്നു. അവൻ ഇരുന്നില്ല. അച്ഛന്റെ മുഖത്തേക്ക് കണ്ണുകൾ പതിഞ്ഞിരുന്നു. ഓരോ ശ്വാസവും എണ്ണുന്നത് പോലെ അവൻ നോക്കി നിന്നു. പണം, ബന്ധങ്ങൾ, സ്വാധീനം ഇതൊന്നും അവിടെ സഹായിക്കുന്നില്ലെന്ന് അവന് വ്യക്തമായിരുന്നു. ഇവിടെ അർജുൻ ഒരു ബിസിനസ്സുകാരനല്ല, ഒരു മകൻ മാത്രമാണ്. 2ാമത്തെ ബെഡിൽ കിടന്നത് മറ്റൊരു മനുഷ്യനാണ്. പേരുപോലും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റെത്തിയ ഒരു തൊഴിലാളി. വസ്ത്രങ്ങൾ മങ്ങിയിരുന്നു. ചെരുപ്പുകൾ പോലും അഴിച്ചു മാറ്റിയിരിക്കുന്നു. ശരീരത്തിൽ പരിക്കുകളുടെ അടയാളങ്ങൾ വ്യക്തമായിരുന്നു. ബോധമില്ല. ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ ബന്ധുക്കളുമില്ല. അവന്റെയും അവസ്ഥ അത്ര തന്നെ ഭീഷണിയായിരുന്നു. ശ്വാസം മെഷീന്റെ സഹായത്താലാണ്. രക്തസമ്മർദ്ദം താഴ്ന്നിരുന്നു. ഒരുപക്ഷെ 1 മണിക്കൂർ കൂടി വൈകിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ എന്ന ചിന്ത ഡോക്ടർമാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആരും അത് വാക്കുകളായി പറഞ്ഞില്ല. എമർജൻസി വാർഡുകളിൽ ഇത്തരം ചോദ്യങ്ങൾ ശബ്ദമില്ലാതെയാണ് നിലനിൽക്കുന്നത്. ഇവിടെ ആരാണ് മുൻഗണന എന്ന ചോദ്യം വായുവിൽ തങ്ങി നിന്നു. പണമുള്ളവനോ പേരുപോലും അറിയാത്തവനോ? ഒരാളെ രക്ഷിക്കണമെങ്കിൽ മറ്റൊരാളെ കാത്തിരിപ്പിൽ നിർത്തേണ്ടി വരും എന്ന ഭയം എല്ലാവരുടെയും കണ്ണുകളിലുണ്ടായിരുന്നു. അപ്പോഴാണ് എമർജൻസി വാർഡിന്റെ വാതിൽ തുറന്നത്. വലിയ ശബ്ദമൊന്നുമില്ല. ശാന്തമായ ചുവടുകളോടെ ഒരാൾ അകത്തേക്ക് വന്നു. ആദ്യമായി കണ്ട നിമിഷം തന്നെ അദ്ദേഹം ഒരു സന്ദർശകനല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആശുപത്രി യൂണിഫോം ധരിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നടപ്പിൽ ഉറപ്പുണ്ടായിരുന്നു. കണ്ണുകളിൽ ഒരു സ്ഥിരതയുണ്ടായിരുന്നു. നഴ്സുമാർ പരസ്പരം നോക്കി. ചില ഡോക്ടർമാർ നേരെ നിന്നു. ആരും തടഞ്ഞില്ല. ആരും ചോദിച്ചില്ല. ആ പേര് പതുക്കെ വാർഡിൽ പടർന്നു. ഡോക്ടർ ആദിത്യൻ. ഒരിക്കൽ ഈ ആശുപത്രിയിലെ ഏറ്റവും പ്രതിഭാശാലിയായ ന്യൂറോ കാർഡിയോ സർജൻ. വർഷങ്ങൾക്ക് മുൻപ് വിശദീകരണമില്ലാതെ പോയ മനുഷ്യൻ. അദ്ദേഹം ആദ്യം നോക്കിയത് മോണിറ്ററുകളിലേക്കാണ്. അക്കങ്ങൾ, ഗ്രാഫുകൾ, സ്ഥിരതയില്ലാത്ത രേഖകൾ. അദ്ദേഹം ഒന്നും ചോദിച്ചില്ല. ഫയൽ ആവശ്യപ്പെട്ടില്ല. അവസ്ഥ വായിക്കുകയായിരുന്നു. അനുഭവമുള്ള കണ്ണുകൾക്ക് വേണ്ടിയുള്ള നിശബ്ദ പരിശോധന. ആദ്യം അദ്ദേഹം വിശ്വനാഥ് മേനോന്റെ ബെഡിനരികിൽ നിന്നു. അദ്ദേഹത്തിന്റെ മുഖം, ശ്വാസത്തിന്റെ താളം, യന്ത്രങ്ങളുടെ ശബ്ദം കൈവച്ച് പരിശോധിച്ചു. ഒന്നും തിരുത്തിയില്ല. കണ്ണുകൾ മാത്രം പ്രവർത്തിച്ചു. പിന്നെ അദ്ദേഹം 2ാമത്തെ ബെഡിലേക്ക് നോക്കി. അവിടെ കിടന്ന മനുഷ്യനെ, അവന്റെ പരുക്കുകളെ, അവന്റെ അവസ്ഥ, അവന്റെ ബെഡിനരികിലെ ശൂന്യത, ആരുമില്ലാതെയുള്ള കാത്തിരിപ്പ്. ആ നിമിഷം അദ്ദേഹം കുറച്ചു നിമിഷം നിശ്ചലനായി നിന്നു. ആ നിശബ്ദത അവിടെയുള്ളവർ ശ്രദ്ധിച്ചു. പിന്നെ അദ്ദേഹം വീണ്ടും വിശ്വനാഥ മേനോന്റെ ബെഡിലേക്ക് തിരിഞ്ഞു. 2 അവസ്ഥകളും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചേർന്നുവെന്ന് തോന്നി. സീനിയർ ഡോക്ടർമാർ അവസ്ഥ വിശദീകരിച്ചു. മെഡിക്കൽ റിസ്കുകൾ പറഞ്ഞു. സമയം വളരെ കുറവാണെന്ന് വ്യക്തമാക്കി. നിയമപരമായ പ്രശ്നങ്ങൾ പോലും സൂചിപ്പിച്ചു. അദ്ദേഹം എല്ലാം കേട്ടു. വാദിച്ചില്ല, ചോദ്യം ചെയ്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ ഓപ്പറേഷൻ ഞാൻ ചെയ്യും. വാർഡിൽ ഒരു നിമിഷം നിശബ്ദത. മോണിറ്ററുകളുടെ ബീപ് ശബ്ദം പോലും ശക്തമായി കേട്ടു. ചെലവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അത് അവിടെ അവസാനിപ്പിച്ചു. 1 രൂപ പോലും എനിക്ക് വേണ്ട. അർജുൻ വിശ്വസിക്കാനാവാതെ നിന്നു. ലക്ഷങ്ങൾ വില വരുന്ന ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്യുകയോ? ചിലർ സംശയിച്ചു, ചിലർ അതിശയിച്ചു, ചിലർ അതൊരു റിസ്ക് ആണെന്ന് ചിന്തിച്ചു. പക്ഷേ ഡോക്ടർ ആദിത്യന്റെ മുഖത്ത് ഒരു ചലനവുമില്ലായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എല്ലാവരും ശ്വാസം പിടിച്ചു നിർത്തി. 2ാമത്തെ രോഗിയുടെയും ശസ്ത്രക്രിയ ഒരുമിച്ച് ചെയ്യണം. അവന് പണമില്ലെന്നത് ഒരു കാരണമാകരുത്.
ആ തീരുമാനം ഒരു നിലപാടായിരുന്നു. ആ നിമിഷം എമർജൻസി വാർഡ് ഒരു വലിയ സംഘർഷത്തിന്റെ നടുവിൽ നിന്നു. ഒരാളെ തിരഞ്ഞെടുത്താൽ മറ്റൊരാളെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ലോകത്ത് രണ്ടുപേരെയും ഒരുമിച്ച് തിരഞ്ഞെടുക്കുന്ന തീരുമാനം. ഇത് ഒരു ശസ്ത്രക്രിയയുടെ തുടക്കമാണോ, അതോ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ഒരു തീരുമാനം പുറത്തേക്ക് വന്ന നിമിഷമോ? ആർക്കും ഉറപ്പിച്ചു പറയാനായില്ല. പക്ഷേ എല്ലാവർക്കും ഒരു കാര്യം മാത്രം വ്യക്തമായിരുന്നു: ഈ രാത്രി കഴിഞ്ഞാൽ ഒന്നും പഴയതുപോലെ ആയിരിക്കില്ല. ഡോക്ടർ ആദിത്യൻ പറഞ്ഞ തീരുമാനം എമർജൻസി വാർഡിൽ നിന്ന് മാറിയില്ല. അതൊരു വാചകമായി അവിടെ തങ്ങി നിന്നു. അത് ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ഭാരം പോലെ പതിഞ്ഞു. രണ്ടുപേരുടെയും ഒരുമിച്ച് എന്നത് ഒരു ആശയമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ആ നിമിഷം അവിടെ ഒരു കയ്യടിയും ഉയരാതിരുന്നത്. അതുകൊണ്ടാണ് അഭിനന്ദനങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്. പകരം സംശയങ്ങളും പേടിയും കണക്കുകൂട്ടലുകളും ഒരേ സമയം ഉയർന്നത്. നഴ്സുമാരുടെ ചുവടുകൾ വേഗം പിടിച്ചു. പക്ഷേ അവരുടെ മുഖങ്ങളിൽ ഉറപ്പുണ്ടായിരുന്നില്ല. ഒരേ സമയം രണ്ട് അത്യന്തം അപകടകരമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സാധാരണ മെഡിക്കൽ തീരുമാനമല്ലെന്ന് അവർക്കറിയാം. സീനിയർ ഡോക്ടർമാർ തമ്മിൽ കണ്ണുകൾ കൈമാറി. മെഡിക്കൽ റിസ്കുകൾ അവർക്കറിയാം. നിയമപരമായ ഉത്തരവാദിത്തങ്ങളും അവർക്കറിയാം. പരാജയം സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആരുടെ മേലാകും എന്ന ചോദ്യം അവരുടെ മനസ്സിൽ വന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ സമയം അനുവദിക്കാതെ മോണിറ്ററുകൾ മറുപടി പറയാൻ തുടങ്ങി. വിശ്വനാഥ മേനോന്റെ ബെഡിനരികിലെ ഗ്രാഫുകൾ വീണ്ടും താഴേക്ക് നീങ്ങി. ഹൃദയമിടിപ്പ് വേഗത്തിലായി. മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം വീണ്ടും അപകടകരമായ നിലയിലേക്ക് മാറി. ആ മാറ്റം അവിടെ ഉണ്ടായിരുന്നവർക്ക് ഉടൻ മനസ്സിലായി. അതേസമയം രണ്ടാമത്തെ ബെഡിൽ കിടക്കുന്ന മനുഷ്യന്റെ ശ്വാസം കൂടുതൽ ബുദ്ധിമുട്ടിലായി. രക്തസമ്മർദ്ദം പെട്ടെന്ന് താഴ്ന്നു. യന്ത്രങ്ങളുടെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ടായി. ആ വ്യത്യാസം എമർജൻസി വാർഡിൽ ഒരു മുന്നറിയിപ്പായിരുന്നു. ജൂനിയർ നഴ്സുമാർ ഓടി വന്നു. ഡോക്ടർമാർ അവസ്ഥ വീണ്ടും വിലയിരുത്തി. ഈ നിമിഷം ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരുമോ എന്ന ചിന്ത പലരുടെയും ഉള്ളിൽ ഉയർന്നു. പക്ഷേ ആരും അത് ഉച്ചരിച്ചില്ല. കാരണം ഒരിക്കൽ ആ ചോദ്യം ഉച്ചരിച്ചാൽ പിന്നെ തിരിച്ചു പോകാൻ കഴിയില്ല. അർജുൻ എല്ലാം നോക്കി നിന്നു. ഇതുവരെ അവന്റെ ലോകം അച്ഛന്റെ ബെഡിൽ ഒതുങ്ങിയിരുന്നു. ആദ്യമായി അവന്റെ കണ്ണുകൾ രണ്ടാമത്തെ ബെഡിലേക്ക് പോയി. അവിടെ കിടക്കുന്ന മനുഷ്യന്റെ മുഖം, അവന്റെ അവസ്ഥ, അവന്റെ നിശബ്ദത. ആ നിമിഷം അർജുൻ മനസ്സിലാക്കി: ഈ തീരുമാനം ഒരു കുടുംബത്തെ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത്. ഈ ശസ്ത്രക്രിയ വിജയിച്ചാൽ രണ്ട് വീടുകളിൽ ഒരേ സമയം വെളിച്ചമുണ്ടാകും. പരാജയപ്പെട്ടാൽ രണ്ട് വീടുകളിലും ഒരേ സമയം ഇരുട്ട് വീഴും. ആ ബോധം അവനെ അകത്തുനിന്ന് അലോസരപ്പെടുത്തി. സീനിയർ ഡോക്ടർമാരിൽ ഒരാൾ മുന്നോട്ട് വന്നു. ഒരേ സമയം രണ്ടുപേരെയും എടുത്താൽ അപകടം ഇരട്ടിയാകുമെന്ന് അദ്ദേഹം സൂക്ഷ്മമായി പറഞ്ഞു. മെഡിക്കൽ പ്രോട്ടോകോളുകൾ വിശദീകരിച്ചു. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ ഒരാൾക്ക് മുൻഗണന നൽകുന്നതാണ് സുരക്ഷിതമെന്ന് ഓർമ്മിപ്പിച്ചു. മറ്റൊരു ഡോക്ടർ നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒരു കേസിൽ പോലും പിഴവ് സംഭവിച്ചാൽ അത് ആശുപത്രിയെ തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്കുകൾ ആരും ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞില്ല. പക്ഷേ അവയുടെ അർത്ഥം എല്ലാവർക്കും വ്യക്തമായിരുന്നു. ഇത് ഒരു ഡോക്ടറുടെ തീരുമാനം മാത്രമല്ല, ഇതൊരു സ്ഥാപനത്തിന്റെ ഭാവിയെയും ബാധിക്കുന്ന തീരുമാനമാണ്. ഡോക്ടർ ആദിത്യൻ ഈ വാക്കുകളെല്ലാം കേട്ടു. അദ്ദേഹം വിശദീകരിച്ചില്ല, വാദിച്ചില്ല, തന്റെ തീരുമാനത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചതുമില്ല. കാരണം ഈ നിമിഷം ന്യായീകരണം ആവശ്യമായതല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇവിടെ സമയം തന്നെയാണ് ഏറ്റവും വലിയ ജഡ്ജ്. അദ്ദേഹം നേരെ ചുമതലകൾ വിഭജിച്ചു. ഒരു ടീം വിശ്വനാഥ മേനോന്റെ കേസിലേക്ക്, മറ്റൊരു ടീം രണ്ടാമത്തെ രോഗിയിലേക്ക്. ആവശ്യമായ ഉപകരണങ്ങൾ പട്ടികപ്പെടുത്തി. ആവശ്യമായ സ്പെഷ്യലിസ്റ്റുകളെ വിളിച്ചു. ആവശ്യമായ അനസ്തേഷ്യ ഒരുക്കങ്ങൾ ഒരേ സമയം തുടങ്ങാൻ നിർദ്ദേശം നൽകി. 2 OT-കൾ ഒരുമിച്ച് തയ്യാറാക്കാൻ ഉത്തരവ് വന്നു. ഇത് ആശുപത്രിയുടെ പതിവ് പ്രവർത്തന രീതിക്ക് പുറത്തായിരുന്നു. അതുകൊണ്ടാണ് മാനേജ്മെന്റിൽ നിന്ന് ഫോൺ കോളുകൾ വന്നത്. നിയമവിഭാഗം ഇടപെട്ടു. ചോദ്യങ്ങൾ ഉയർന്നു. ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങി. പക്ഷേ എമർജൻസി വാർഡിൽ ഈ ശബ്ദങ്ങളൊന്നും തീരുമാനത്തെ ബാധിച്ചില്ല. ഇവിടെ ഓരോ സെക്കൻഡും ശരീരങ്ങളുടെ നിലനിൽപ്പാണ് അളക്കുന്നത്. വിശ്വനാഥ മേനോന്റെ അവസ്ഥ വീണ്ടും അസ്ഥിരമായി. അലാറം മുഴങ്ങുന്നില്ലെങ്കിലും മോണിറ്ററിലെ രേഖകൾ അപകടം വിളിച്ചു പറഞ്ഞു. അതേസമയം രണ്ടാമത്തെ രോഗിയുടെ ശരീരം കൂടുതൽ യന്ത്രങ്ങളെ ആശ്രയിച്ചു തുടങ്ങി. സമയം കൈവിട്ടു പോകുന്നുവെന്ന ബോധം എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു. ചിലർ ഉള്ളിൽ ചിന്തിച്ചു: ഒരാളെ മാത്രം എടുത്താൽ ഒരാൾ ഉറപ്പായും രക്ഷപ്പെടുമോ എന്ന്. ആ ചിന്ത തന്നെ പലരെയും അസ്വസ്ഥരാക്കി. കാരണം അതിനർത്ഥം മറ്റൊരാളെ ബോധപൂർവ്വം ഉപേക്ഷിക്കലാണ്. ഡോക്ടർ ആദിത്യൻ മുന്നോട്ട് വന്നു. അദ്ദേഹം രണ്ടുപേരെയും ഒറ്റ നോട്ടത്തിൽ നോക്കി. ഈ നിമിഷം തന്നെയാണ് ഈ തീരുമാനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം. അദ്ദേഹം ക്രമം മാറ്റിയില്ല, ഒരാളെ മാറ്റി നിർത്തിയില്ല, ഒരാൾക്ക് മുൻഗണന നൽകിയില്ല. ഈ ഉറച്ച നിലപാടാണ് ചിലരെ കൂടുതൽ അസ്വസ്ഥരാക്കിയത്. കാരണം ഇത് മെഡിക്കൽ തീരുമാനത്തിനപ്പുറം ഒരു മനുഷ്യ നിലപാടായിരുന്നു. OT-യിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വിശ്വനാഥ മേനോനെ മാറ്റുമ്പോൾ രണ്ടാമത്തെ രോഗിയുടെ അവസ്ഥ വീണ്ടും മോശമായി. നഴ്സുമാർ ഇടപെട്ടു. ഡോക്ടർമാർ ശ്രമിച്ചു. സമയം നഷ്ടപ്പെടുന്നു എന്ന ബോധം വീണ്ടും ഉയർന്നു. ഡോക്ടർ ആദിത്യൻ അവിടെ എത്തി. ഒരു നോട്ടം, ഒരു നിർദ്ദേശം, ചെറിയൊരു തിരുത്തൽ. അതോടെ അവിടെ അല്പം സ്ഥിരത മടങ്ങി. അത് ആശ്വാസമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് ലഭിച്ച ഒരു അവസരമാണ്. ആ അവസരം നഷ്ടപ്പെടുത്തരുത്. രണ്ടുപേരെയും ഒരേ സമയം OT-യിലേക്ക് മാറ്റി. ഈ ദൃശ്യം അവിടെ ഉണ്ടായിരുന്നവർക്ക് അപൂർവമായിരുന്നു. ഒരേ രാത്രി 2 അത്യന്തം റിസ്ക്കുള്ള കേസുകൾ ഒരേ തീരുമാനത്തിന്റെ ചുമതലയിൽ. പുറത്ത് കാത്തിരിപ്പ് തുടങ്ങി. എമർജൻസി വാർഡിലെ ശബ്ദങ്ങൾ പതുക്കെ മാറി.
OT-യുടെ പുറത്ത് നിശബ്ദത കനത്തു. അർജുൻ അവിടെ നിന്നു. ആദ്യമായി അവന്റെ മനസ്സിലൊരു പുതിയ ഭയം രൂപപ്പെട്ടു. ഇത് പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന ഭയം. അത് അച്ഛനെ കുറിച്ചുള്ള ഭയം മാത്രമായിരുന്നില്ല, രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ചുള്ള ഭയവുമായിരുന്നു. OT-യുടെ വാതിൽ അടഞ്ഞു. അകത്ത് എന്ത് നടക്കുന്നു എന്ന് പുറത്തുള്ളവർക്കറിയില്ല. പുറത്ത് സമയം മുന്നോട്ട് നീങ്ങുന്നു. അകത്ത് ഓരോ സെക്കൻഡും ജീവനും മരണവും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ രാത്രി ഇനി ഒരു സാധാരണ രാത്രിയല്ല. ഇത് ഒരു തീരുമാനത്തിന്റെ ഫലങ്ങൾ തുറന്നു കാണിക്കാൻ പോകുന്ന രാത്രിയാണ്. OT-യുടെ വാതിൽ അടഞ്ഞ നിമിഷം മുതൽ സമയം മറ്റൊരു രൂപമെടുത്തു. പുറത്തുള്ളവർക്ക് അത് മുന്നോട്ട് നീങ്ങുന്നത് പോലെ തോന്നിയെങ്കിലും അകത്ത് ഓരോ സെക്കൻഡും വലിച്ചു നീട്ടിയ നിമിഷങ്ങളായി മാറി. ലൈറ്റുകളുടെ ശക്തമായ വെളിച്ചം 2 ഓപ്പറേഷൻ ടേബിളുകളിലേക്കും ഒരേപോലെ പതിഞ്ഞു. യന്ത്രങ്ങളുടെ ശബ്ദം സ്ഥിരതയുടെ താളമല്ലായിരുന്നു, അത് മുന്നറിയിപ്പുകളുടെ കൂട്ടമായിരുന്നു. 2 ടീമുകൾ, 2 ശരീരങ്ങൾ, പക്ഷേ സമ്മർദ്ദം ഒന്നു മാത്രം. ഒരിടത്തും പിഴവ് പാടില്ല, ഒരിടത്തും ശ്രദ്ധ ചോർന്നു പോകരുത്. ഡോക്ടർ ആദിത്യൻ 2 ടേബിളുകളുടെയും ഇടയിൽ നിന്നു. അദ്ദേഹം ഒരിടത്ത് സ്ഥിരമായി നിന്നില്ല. ഒരു നോട്ടം, ഒരു നീക്കം, ഒരു നിർദ്ദേശം. ഓരോ തീരുമാനവും മറ്റൊരു തീരുമാനത്തെ ബാധിക്കുന്ന ഘട്ടമാണിത്. ആദ്യമായി തുടങ്ങിയത് വിശ്വനാഥ് മേനോന്റെ ശസ്ത്രക്രിയയാണ്. ഹൃദയവും മസ്തിഷ്കവും ഒരുമിച്ച് പരിഗണിക്കേണ്ട ഘട്ടം. ചെറിയൊരു പിഴവ് പോലും മടങ്ങിവരാത്ത നാശം വരുത്താം. മോണിറ്ററിലെ രേഖകൾ ശ്രദ്ധയോടെ വായിച്ചു. ഹൃദയമിടിപ്പ് നിയന്ത്രിതമല്ല. ഓരോ ഇടവേളയും അപകടം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ടീം മുഴുവൻ മൗനത്തിലാണ്. ഇവിടെ സംസാരിക്കുന്നതിലും ശബ്ദമില്ലാത്ത നീക്കങ്ങൾ കാണുവില്ല. അതേസമയം രണ്ടാമത്തെ ടേബിളിൽ മറ്റൊരു പോരാട്ടം തുടങ്ങി. ശരീരം ക്ഷീണിച്ചിരിക്കുന്നു, പരുക്കുകൾ അധികം, രക്തനഷ്ടം മുൻകൂട്ടി തന്നെ വലിയതാണ്. അവിടെയുള്ള ഗ്രാഫുകൾ ഒരേ സമയം സ്ഥിരതയും ഭീഷണിയും കാണിച്ചു. അവിടെ ചെറിയൊരു മാറ്റം പോലും വലിയ ഇടിവിലേക്ക് നയിക്കാം. ഡോക്ടർ ആദിത്യൻ ആദ്യ മേശയിൽ നിന്ന് രണ്ടാമത്തെ മേശയിലേക്ക് മാറി. ഒരു നോട്ടം മതി. അവസ്ഥ മനസ്സിലാക്കാൻ ഫയലുകൾ ആവശ്യമില്ല. അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ രേഖ. ആദ്യ അരമണിക്കൂർ വലിയ മാറ്റങ്ങളില്ലാതെ കടന്നു. അതാണ് ഏറ്റവും അപകടകരമായ സമയം. മാറ്റമില്ലായ്മ തന്നെ ഒരു മുന്നറിയിപ്പാണ്. വിശ്വനാഥ് മേനോന്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് അനിയന്ത്രിതമായി. ഗ്രാഫുകൾ ചാടിത്തുടങ്ങി. ഒരു നിമിഷം OT-യുടെ അന്തരീക്ഷം കട്ടിയായി. ടീം ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ ആദിത്യൻ മുന്നോട്ട് വന്നു. അദ്ദേഹം ഇടപെട്ടു. ചലനങ്ങൾ വേഗത്തിലായിരുന്നു, പക്ഷേ അശാന്തിയില്ല. ആ ഇടപെടൽ ഹൃദയമിടിപ്പിനെ താൽക്കാലികമായി നിയന്ത്രണത്തിലാക്കി. അത് വിജയമല്ല, ലഭിച്ച ഒരു അവസരം മാത്രമാണ്. അതേസമയം രണ്ടാമത്തെ ടേബിളിൽ രക്തസമ്മർദ്ദം താഴ്ന്നു. ശരീരം പ്രതികരിക്കാൻ മടിച്ചു. യന്ത്രങ്ങളുടെ ശബ്ദം മാറി. ആ മാറ്റം അവിടെ ഉണ്ടായിരുന്നവർക്ക് ശബ്ദമില്ലാത്ത അലാറമായിരുന്നു. ഒരേ സമയം 2 ഇടപെടലുകൾ ആവശ്യമായ നിമിഷം. ഇവിടെ ഒരു തെറ്റായ തീരുമാനം മറ്റൊന്നിനെ ബാധിക്കും. ഡോക്ടർ ആദിത്യൻ ഒരു നിമിഷം നിശ്ചലനായി. അത് ആശയക്കുഴപ്പമല്ല, കണക്കുകൂട്ടലുകളാണ്. അദ്ദേഹം ആദ്യ മേശയിലേക്ക് തിരിഞ്ഞു. കാരണം അവിടെ ഇപ്പോൾ സ്ഥിരത ഉറപ്പിക്കാതെ പോയാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. ആവശ്യമായ തിരുത്തൽ നടന്നു. ടീം അതിവേഗം പ്രതികരിച്ചു. ആദ്യ മേശയിൽ ചെറിയൊരു സ്ഥിരത മടങ്ങി. അതേ നിമിഷം അദ്ദേഹം രണ്ടാമത്തെ മേശയിലേക്ക് മാറി. അവിടെ ഇനി കാത്തിരിക്കാനാവില്ല. ഇടപെടൽ നടന്നു. ശരീരം ഉടൻ പ്രതികരിച്ചില്ല. ചില സെക്കൻഡുകൾ, അതിനു പിന്നാലെ കുറച്ച് നിമിഷങ്ങൾ. OT-യിൽ ഒരാളും ശ്വാസമെടുത്തില്ലെന്ന തോന്നൽ. പിന്നെ ഗ്രാഫുകൾ പതുക്കെ ഉയരാൻ തുടങ്ങി. അത് വലിയ വിജയമായിരുന്നില്ല, പക്ഷേ വീഴ്ച നിർത്തിയിട്ടുണ്ട്. സമയം വീണ്ടും മുന്നോട്ട് നീങ്ങി. ലൈറ്റുകളുടെ ചൂട് വർദ്ധിച്ചു. മാസ്കുകളുടെ ഉള്ളിലെ ശ്വാസം ഭാരമായി തോന്നി. പക്ഷേ ആരും അത് ശ്രദ്ധിച്ചില്ല. ആദ്യ മേശയിൽ നിർണായക ഘട്ടമെടുത്തു. ഇവിടെ പിഴച്ചാൽ ഇതുവരെ ചെയ്തതെല്ലാം പാഴാകും. രണ്ടാമത്തെ മേശയിൽ അവസ്ഥ ഇപ്പോഴും അനിശ്ചിതമാണ്. ഇവിടെ ഒരു നിമിഷം വൈകിയാൽ ശരീരം വിട്ടുപോകും. ഈ ഘട്ടത്തിലാണ് പല സർജന്മാരും ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. ഒരാളെ സുരക്ഷിതമായി രക്ഷിക്കാനായി മറ്റൊരാളെ പിന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഡോക്ടർ ആദിത്യൻ അത് ചെയ്തില്ല. അദ്ദേഹം സമയം വിഭജിച്ചു, ശ്രദ്ധ വിഭജിച്ചില്ല. ഓരോ നീക്കവും കൃത്യമായി. ഒരു ടേബിളിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ പോലും മനസ്സിന്റെ ഗതി മാറിയില്ല. വിശ്വനാഥ് മേനോന്റെ ശരീരം ശക്തമായി പ്രതികരിച്ചു. ഹൃദയമിടിപ്പ് വീണ്ടും താളം തെറ്റി. മസ്തിഷ്കത്തിലെ സമ്മർദ്ദം ഉയർന്ന സൂചനകൾ. ടീം പെട്ടെന്ന് പ്രതികരിച്ചു. ഡോക്ടർ ആദിത്യൻ കൂടുതൽ സമയം അവിടെ ചെലവഴിച്ചു. കാരണം ഈ നിമിഷം രക്ഷിക്കാനായില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അതേസമയം രണ്ടാമത്തെ ടേബിളിൽ വീണ്ടും ചെറിയൊരു ഇടിവ് നഴ്സ് ശ്രദ്ധയിൽപ്പെടുത്തി. ഒരു ഡോക്ടർ ആശങ്ക പറഞ്ഞു, പക്ഷെ അദ്ദേഹം കൈ ഉയർത്തി. ആ ഒരു വാക്കിൽ തീരുമാനമുണ്ടായിരുന്നു. ആദ്യ മേശയിലെ ഇടപെടൽ പൂർത്തിയാക്കി അദ്ദേഹം തിരിഞ്ഞു. രണ്ടാമത്തെ മേശയിൽ നിർണായക ഇടപെടൽ നടന്നു. ശരീരം കുറച്ചു നിമിഷം പ്രതികരിച്ചില്ല. സമയം നീണ്ടതായി തോന്നി. പിന്നെ പതുക്കെ ഗ്രാഫുകൾ മാറി. ശ്വാസത്തിന്റെ താളം അല്പ സ്ഥിരതയിലേക്ക്. രക്തസമ്മർദ്ദം അപകടനിലയിൽ നിന്ന് പുറത്തേക്ക്. OT-യിൽ ഒരു സൂക്ഷ്മമായ ആശ്വാസം പടർന്നു. പക്ഷെ ആരും അത് പ്രകടിപ്പിച്ചില്ല. കാരണം ഇതൊന്നും ഒരു അവസാനമല്ല. ആദ്യ മേശയിൽ അവസാന ഘട്ടമെടുത്തു. ഇവിടെ അവസാന നിമിഷങ്ങളാണ് ഏറ്റവും പ്രയാസമേറിയത്. ചെറിയൊരു പിഴവ് പോലും എല്ലാം തകിടം മറിക്കും. ഡോക്ടർ ആദിത്യൻ വീണ്ടും ആദ്യ മേശയിലേക്ക് തിരിഞ്ഞു. എല്ലാ നീക്കങ്ങളും സൂക്ഷ്മമായി നടന്നു. യന്ത്രങ്ങളുടെ ശബ്ദം ഇപ്പോൾ അലാറം എന്ന പോലെ തോന്നിയില്ല. പക്ഷേ ഭീഷണി മാറിയിട്ടില്ല. രണ്ടാമത്തെ മേശയിൽ ശരീരം ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. പക്ഷേ നിലനിൽക്കുന്നത് മാത്രമല്ല ലക്ഷ്യം.
സ്ഥിരതയാണ് ലക്ഷ്യം. സമയം വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. ആദ്യ മേശയിൽ നിർണായക ഘട്ടം പൂർത്തിയായി. വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. മോണിറ്ററിലെ രേഖകൾ മാത്രം സൂചന നൽകി. അവിടെ ഏറ്റവും അപകടകരമായ ഭാഗം പിന്നിലായി. ഡോക്ടർ ആദിത്യൻ അത് മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം അവിടെ നിന്നില്ല. രണ്ടാമത്തെ മേശയിലേക്ക് തിരിഞ്ഞു. അവിടെ ഇപ്പോഴും പോരാട്ടം തുടരുകയാണ്. ശരീരം ക്ഷീണിച്ചിരിക്കുന്നു, പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ നിമിഷം ഡോക്ടർ ആദിത്യൻ മനസ്സിലാക്കി, ഈ ശസ്ത്രക്രിയകൾ മെഡിക്കൽ കഴിവിന്റെ പരീക്ഷണം മാത്രമല്ല, ഇത് അദ്ദേഹത്തിന്റെ തീരുമാനം ശരിയാണോ എന്ന ചോദ്യം നേരിട്ട് ചോദിക്കുന്ന ഘട്ടമാണ്. ഒരാൾ പോലും ഇവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ തീരുമാനം ഒരു തെറ്റായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. രണ്ടുപേരും നിലനിൽക്കുകയാണെങ്കിൽ ഈ രാത്രി മറ്റൊരു അർത്ഥം കൈവരിക്കും. ഓറ്റിയുടെ അകത്ത് സമയം ഇനിയും അവസാനിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇനി ചോദ്യം രക്ഷിക്കുമോ എന്നല്ല, എത്ര ദൂരം വരെ നിലനിർത്താനാകും എന്നതാണ്. പുറത്ത് കാത്തിരിക്കുന്നവർക്ക് ഈ പോരാട്ടത്തിന്റെ തീവ്രത അറിയില്ല. അകത്ത് ഓരോ സെക്കൻഡും തീരുമാനങ്ങളായി മാറുകയായിരുന്നു. ഈ രാത്രിയുടെ യഥാർത്ഥ വിധി ഇനിയും എഴുതപ്പെടുകയാണ്. ഓറ്റിയുടെ അകത്ത് സമയം ഇനി ഒരു ഘടികാരത്തിന്റെ സൂചികളാൽ അളക്കാനാവുന്ന ഒന്നല്ലാതായി. ഓരോ നിമിഷവും തീരുമാനങ്ങളായി മാറി. ഓരോ തീരുമാനവും മറ്റൊരു തീരുമാനത്തെ നേരിട്ട് ബാധിച്ചു. ലൈറ്റുകളുടെ ശക്തമായ വെളിച്ചം കണ്ണുകളെ വേദനിപ്പിച്ചെങ്കിലും ആരും ശ്രദ്ധിച്ചില്ല. മാസ്കുകളുടെ ഉള്ളിലെ ശ്വാസം ഭാരമായി മാറിക്കൊണ്ടിരുന്നു. കൈകളിൽ വിയർപ്പ് തങ്ങി. പക്ഷെ മനസ്സിൽ ഒരു ചിന്തയ്ക്കും ഇടമില്ല. ഇവിടെ ചിന്തിക്കുന്നതിനേക്കാൾ വേഗം പ്രവർത്തിക്കേണ്ട നിമിഷങ്ങളാണ്. 2 ഓപ്പറേഷൻ ടേബിളുകളിലും ശരീരങ്ങൾ ഇപ്പോഴും പോരാട്ടത്തിലാണ്. ഒരിടത്തും പൂർണ്ണ വിജയം പ്രഖ്യാപിക്കാൻ സമയമായിട്ടില്ല. ഒരിടത്തും പരാജയം ഉറപ്പിക്കാനും പറ്റുന്നില്ല. ഈ അനിശ്ചിതത്വമാണ് ഏറ്റവും അപകടകരം. ഡോക്ടർ ആദിത്യൻ 2 ടേബിളുകളുടെയും ഇടയിൽ നിന്നു. അദ്ദേഹം ഒരിടത്ത് അധികം സമയം ചെലവഴിച്ചില്ല. കാരണം ഒരു ടേബിളിൽ അധികം സമയം ചെലവഴിക്കുമ്പോൾ മറ്റൊന്നിൽ അപകടം കൂടുതലാവാം. ഈ തുലനം തന്നെയാണ് ഈ രാത്രിയുടെ യഥാർത്ഥ പരീക്ഷണം. വിശ്വനാഥ് മേനോന്റെ ശസ്ത്രക്രിയ ഇപ്പോൾ അത്യന്തം സൂക്ഷ്മമായ ഘട്ടത്തിലേക്ക് കടന്നു. ഹൃദയമിടിപ്പ് നിയന്ത്രിതമായതുപോലെ തോന്നിയെങ്കിലും അതൊരു വിദ്യയാണ്. ചെറിയൊരു പിഴവ് മതി എല്ലാം തകരാൻ. മോണിറ്ററിലെ രേഖകൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ മാത്രമേ ആ ഭീഷണി കാണാൻ കഴിയുന്നുള്ളൂ. ഒരു ജൂനിയർ ഡോക്ടർ അത് ശ്രദ്ധിച്ചു. ചെറിയൊരു വ്യതിയാനം, വലിയ പ്രശ്നമല്ലെന്ന് തോന്നുന്ന മാറ്റം. പക്ഷേ ഡോക്ടർ ആദിത്യൻ അത് അവഗണിച്ചില്ല. അദ്ദേഹം ഉടൻ ഇടപെട്ടു. വാക്കുകളില്ല, ചലനങ്ങൾ മാത്രം. ആവശ്യമായി തിരുത്തൽ നടന്നു. ആ ഇടപെടൽ ഹൃദയത്തെ വീണ്ടും സ്ഥിരതയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അതൊരു വിജയമായിരുന്നില്ല. അത് സമയം വാങ്ങിയതാണ്. അതേസമയം രണ്ടാമത്തെ ടേബിളിൽ മറ്റൊരു പോരാട്ടം. അവിടെ ശരീരം ഇപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നു. രക്തനഷ്ടം ശരീരത്തെ വിട്ടുകൊടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. യന്ത്രങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ശരീരത്തിന്റെ പ്രതികരണം മന്ദമാണ്. രക്തസമ്മർദ്ദം ചെറിയ തോതിൽ താഴ്ന്നു. അത് അപകട പരിധിയിൽ എത്തിയിട്ടില്ലെങ്കിലും അവിടെ നിൽക്കാൻ പാടില്ല. ഒരു ഡോക്ടർ ആശങ്ക അറിയിച്ചു, ഇവിടെ ഇനി കാത്തിരിക്കാനാവില്ലെന്ന്. പക്ഷേ ഈ നിമിഷം തന്നെ ആദ്യ ടേബിളിലും ഇടപെടൽ ആവശ്യമാണ്. ഒരേ സമയം 2 അടിയന്തരതകൾ. ഇത് തന്നെയാണ് ഈ ഭാഗത്തിന്റെ ഏറ്റവും കഠിനമായ സംഘർഷം. ഇവിടെ ഒരു തെറ്റായ മുൻഗണന മറ്റൊരാളെ അപകടത്തിലാക്കും. ഡോക്ടർ ആദിത്യൻ ഒരു നിമിഷം നിശ്ചലമായി. അത് മടിയല്ല, കണക്കുകൂട്ടലുകളായിരുന്നു. അദ്ദേഹം ആദ്യം വിശ്വനാഥ് മേനോന്റെ ടേബിളിലേക്ക് തിരിഞ്ഞു. കാരണം അവിടെ ഈ നിമിഷം വിട്ടുപോയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പ്രയാസമാണ്. ആവശ്യമായ ഇടപെടൽ പൂർത്തിയാക്കി അദ്ദേഹം ഉടൻ രണ്ടാമത്തെ ടേബിളിലേക്ക് മാറി. അവിടെ ഇനി താമസിക്കാൻ പാടില്ല. ഇടപെടൽ നടന്നു. ശരീരം ഉടൻ പ്രതികരിച്ചില്ല. ചില നിമിഷങ്ങൾ നീണ്ടു നിന്നു. ഓറ്റിയിലെ അന്തരീക്ഷം കട്ടിയായി. യന്ത്രങ്ങളുടെ ശബ്ദം പോലും കാതുകളിൽ ശക്തിയായി ഇടിച്ചു. പിന്നെ പതുക്കെ ഗ്രാഫുകൾ പ്രതികരിച്ചു. രക്തസമ്മർദ്ദം അല്പം ഉയർന്നു. ശ്വാസത്തിന്റെ താളം സ്ഥിരതയുടെ സൂചന നൽകി. അവിടെ ഉണ്ടായിരുന്നവർക്ക് ചെറിയൊരു ആശ്വാസം. പക്ഷെ ആരും അത് പ്രകടിപ്പിച്ചില്ല. കാരണം ഇതൊന്നും ഒരു അവസാനമല്ല. വിശ്വനാഥ് മേനോന്റെ ശസ്ത്രക്രിയയിൽ അടുത്ത ഘട്ടം തുടങ്ങി. ഇത് പല സർജന്മാരെയും ഭയപ്പെടുത്തുന്ന ഘട്ടമാണ്. ഇവിടെ ചെറിയൊരു തെറ്റുപോലും മസ്തിഷ്കത്തിൽ മടങ്ങി വരാത്ത നാശം വരുത്തും. ഡോക്ടർ ആദിത്യന് അതറിയാം. അതുകൊണ്ടാണ് ഓരോ നീക്കവും മുൻകൂട്ടി കണക്കാക്കി നടത്തിയത്. ടീം മുഴുവൻ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ വായിച്ചു. ഒരാൾ പോലും അനാവശ്യമായി നീങ്ങിയില്ല. അതേസമയം രണ്ടാമത്തെ ടേബിളിൽ ശരീരം വീണ്ടും അനിശ്ചിതമായി പ്രതികരിച്ചു. ശ്വാസത്തിന്റെ താളം വീണ്ടും കുഴഞ്ഞു. യന്ത്രങ്ങൾ കൂടുതൽ സഹായം ആവശ്യപ്പെടുന്ന സൂചനകൾ നൽകി. ഇവിടെ വീണ്ടും ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന സാഹചര്യം. പലർക്കും ഉള്ളിൽ ഒരേ ചിന്ത, ഒരാളെ സുരക്ഷിതമാക്കാൻ മറ്റൊരാളെ കുറച്ചു സമയത്തേക്ക് വിട്ടുകൊടുക്കാമോ? ഈ ചിന്ത തന്നെ അപകടകരമാണ്. കാരണം ഒരിക്കൽ ആ ചിന്ത തീരുമാനമായാൽ പിന്നെ തിരിച്ചു പോകാൻ കഴിയില്ല. ഡോക്ടർ ആദിത്യന് അത് അനുവദിച്ചില്ല. അദ്ദേഹം സമയം വിഭജിച്ചു, ശ്രദ്ധ വിഭജിച്ചില്ല. ആദ്യ ടേബിളിൽ നിർണായക നീക്കം പൂർത്തിയാക്കി. അത് പൂർത്തിയാക്കിയ നിമിഷം തന്നെ അദ്ദേഹം രണ്ടാമത്തെ ടേബിളിലേക്ക് തിരിഞ്ഞു. അവിടെ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇടപെടൽ ശക്തമാക്കി. ശബ്ദങ്ങളില്ല, വേഗം മാത്രം. ചില സെക്കൻഡുകൾ, പിന്നെ ചില നിമിഷങ്ങൾ. ഓറ്റിയിലെ എല്ലാവരും നിശബ്ദമായി കാത്തുനിന്നു. പിന്നെ ശരീരം പ്രതികരിച്ചു. ശ്വാസം വീണ്ടും താളത്തിലായി. രക്തസമ്മർദ്ദം അപകട നിലയിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി. അത് വലിയ വിജയമായിരുന്നില്ല, പക്ഷേ പരാജയം ഒഴിവാക്കിയിട്ടുണ്ട്. സമയം വീണ്ടും കടന്നു. ലൈറ്റുകളുടെ ചൂട് കൂടുതൽ ശക്തമായി. ശരീരങ്ങൾ ക്ഷീണിച്ചു തുടങ്ങി. പക്ഷേ മനസ്സുകൾ ഇപ്പോഴും ഉറച്ചു നിന്നു. വിശ്വനാഥ് മേനോന്റെ ശസ്ത്രക്രിയ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി. ഈ ഘട്ടത്തിൽ പലപ്പോഴും ശരീരം വഞ്ചിക്കും. എല്ലാം നിയന്ത്രണത്തിലാണെന്ന് തോന്നുന്ന നിമിഷത്തിൽ തന്നെ വലിയ വീഴ്ച സംഭവിക്കാം.
ഡോക്ടർ ആദിത്യൻ അതുകൊണ്ടാണ് ഒരു നിമിഷം പോലും അലസത കാണിക്കാതിരുന്നത്. ഓരോ ഗ്രാഫും വീണ്ടും പരിശോധിച്ചു, ഓരോ പ്രതികരണവും വിലയിരുത്തി. രണ്ടാമത്തെ ടേബിളിൽ ശരീരം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ ദീർഘനേരത്തെ പോരാട്ടം അതിന്റെ അടയാളങ്ങൾ കാണിക്കുന്നു. ഇവിടെ ഇനി ശസ്ത്രക്രിയ മാത്രമല്ല, സമയം തന്നെയാണ് എതിരാളി. ഈ നിമിഷം തന്നെ പല സർജന്മാരും ഒരാളെ സുരക്ഷിതമായി പുറത്തെടുക്കാൻ ശ്രമിച്ചു, മറ്റൊരാളെ പിന്നോട്ട് മാറ്റി. ഡോക്ടർ ആദിത്യൻ അത് ചെയ്തില്ല. അദ്ദേഹം രണ്ടുപേരെയും ഒരേപോലെ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ഈ തീരുമാനം അതീവ അപകടകരമാണ്, പക്ഷേ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. OTയുടെ അകത്ത് സമയം ഇനി അവസാനത്തിലേക്ക് നീങ്ങുന്നു. ഒരു ശസ്ത്രക്രിയയിൽ നിർണായക ഘട്ടം പൂർത്തിയായി. മോണിറ്ററിലെ രേഖകൾ സൂചന നൽകി. വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല, കയ്യടിയുമില്ല. കാരണം രണ്ടാമത്തെ ടേബിളിൽ പോരാട്ടം ഇനിയും തുടരുകയാണ്. അവിടെ ശരീരം ഇപ്പോഴും പൂർണ്ണമായി സ്ഥിരത കൈവരിച്ചിട്ടില്ല. ഈ നിമിഷം തന്നെ ഡോക്ടർ ആദിത്യൻ മനസ്സിലാക്കി, ഈ രാത്രി ഇനി മെഡിക്കൽ കഴിവിന്റെ പരീക്ഷണം മാത്രമല്ല, ഇത് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ ന്യായീകരണമാണ്. ഒരാളെ മാത്രം രക്ഷിച്ചാൽ ഈ തീരുമാനം പരാജയമായി വിലയിരുത്തപ്പെടും. രണ്ടുപേരും നിലനിൽക്കുകയാണെങ്കിൽ ഈ രാത്രി മറ്റൊരർത്ഥം കൈവരിക്കും. OTയുടെ അകത്ത് ഇപ്പോൾ അവസാന നിമിഷങ്ങൾ. പക്ഷേ ഈ അവസാന നിമിഷങ്ങളാണ് ഏറ്റവും പ്രയാസമേറിയത്. എല്ലാം പൂർത്തിയായെന്ന് തോന്നുന്ന നിമിഷത്തിലാണ് പലപ്പോഴും വലിയ തിരിച്ചടികൾ കിട്ടുന്നത്. ഡോക്ടർ ആദിത്യൻ ഒരു നിമിഷം പോലും ശ്രദ്ധ വിട്ടില്ല. രണ്ട് ടേബിളുകളെയും വീണ്ടും നോക്കി. ഇനി ചെയ്യാനുള്ളത് വളരെ കുറവാണ്, പക്ഷേ അതിലെ ഓരോ നീക്കവും നിർണായകമാണ്. ഈ ഭാഗം അവസാനിക്കുമ്പോൾ ഒരേ ഒരു കാര്യം വ്യക്തമാണ്, ഈ ശസ്ത്രക്രിയകളുടെ ഫലം എന്തായാലും ഈ രാത്രിയിലെടുത്ത തീരുമാനം ഇനി തിരിച്ചു മാറ്റാനാവില്ല. പുറത്ത് കാത്തിരിക്കുന്നവർക്ക് ഈ തീരുമാനത്തിന്റെ തീവ്രത അറിയില്ല. അകത്ത് ഓരോ ശ്വാസവും വിധിയായി മാറുകയാണ്. ഈ കഥയുടെ അടുത്ത നിമിഷം നിർണയിക്കപ്പെടാനിരിക്കുകയാണ്. ഐസിയുവിന്റെ പുറത്ത് പുലരി വെളിച്ചം പതുക്കെ നിറയുമ്പോൾ രാത്രി മുഴുവൻ പിടിച്ചു നിന്നിരുന്ന സമ്മർദ്ദം ഒട്ടും ശബ്ദമില്ലാതെ പിൻവാങ്ങി തുടങ്ങി. വിശ്വനാഥ് മേനോൻ ഇപ്പോൾ സ്ഥിരതയിലാണ്. യന്ത്രങ്ങളുടെ സഹായം ഇപ്പോഴും ആവശ്യമാണ്, പക്ഷെ ശരീരം വിട്ടുകൊടുക്കുന്നില്ല. രണ്ടാമത്തെ രോഗിയും അതേ നിലയിലാണ്. ജീവൻ ഇപ്പോൾ യന്ത്രങ്ങളോടല്ല, സമയത്തോടാണ് സംസാരിക്കുന്നത്. ഈ നിമിഷത്തിൽ ആരും വിജയമെന്ന് പ്രഖ്യാപിക്കുന്നില്ല, കാരണം ഇവിടെ വിജയം ഒരു നിമിഷം കൊണ്ട് ഉറപ്പാക്കാനാവില്ല. അർജുൻ ICUവിന്റെ പുറത്ത് നിശബ്ദമായി നിന്നു. അച്ഛനെ നോക്കി, പിന്നെ അന്യനായിരുന്ന ആ മനുഷ്യന്റെ ബെഡിലേക്ക് നോക്കി. ആദ്യമായി അവൻ വ്യക്തമായി മനസ്സിലാക്കി, ഇന്നത്തെ ഈ നിമിഷം ഒരു മെഡിക്കൽ ഫലം മാത്രമല്ല, ഒരു തീരുമാനത്തിന്റെ ഫലമാണ്. ഡോക്ടർ ആദിത്യൻ കുറച്ച് അകലെ നിന്നു. അഭിനന്ദനങ്ങളൊന്നും സ്വീകരിച്ചില്ല. നന്ദി പറയാൻ ശ്രമിച്ചവരെയും അദ്ദേഹം തടഞ്ഞില്ല. പക്ഷെ അവയ്ക്കായി നിന്നുമില്ല. കാരണം ഈ രാത്രി അദ്ദേഹത്തിന് ഒരു വിജയകരമായി തോന്നിയില്ല. പണ്ടങ്ങോ പാതി തുറന്നു വെച്ച ഒരു പുസ്തകം വായിച്ചു തീർത്തതുപോലെ മാത്രമാണ് തോന്നിയത്. വർഷങ്ങൾക്ക് മുൻപ് ഇതേ ആശുപത്രിയിൽ അദ്ദേഹം എടുത്തിരുന്ന മറ്റൊരു തീരുമാനം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വ്യക്തമായി വന്നു. അന്ന് ഒരു രാത്രി ഇതേ എമർജൻസി വാർഡ് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, ഉടൻ ഇടപെട്ടാൽ ജീവൻ രക്ഷിക്കാമെന്ന അവസ്ഥ. അതേസമയം മറ്റൊരു രോഗിയും അവിടെ ഉണ്ടായിരുന്നു. വലിയ പേര്, വലിയ പ്രശസ്തി. OT മുൻഗണന അവിടേക്ക് പോയി. പാവപ്പെട്ട മനുഷ്യനെ കാത്തിരിപ്പിലാക്കി. അത് ചികിത്സ നിഷേധിച്ചതല്ല, പക്ഷേ സമയം അവനിൽ നിന്ന് എടുത്തുമാറ്റിയ തീരുമാനമായിരുന്നു. അന്ന് ഡോക്ടർ ആദിത്യൻ അവിടെ ഉണ്ടായിരുന്നു. കഴിവുള്ള ഡോക്ടർ, പക്ഷേ തീരുമാനമെടുക്കാനുള്ള അധികാരം അന്നില്ലായിരുന്നു. അദ്ദേഹം കാത്തുനിന്നു. സംവിധാനം ആവശ്യപ്പെട്ടത് അതായിരുന്നു. ആ മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തിന്റെ മകൾ ഒരു ചോദ്യം ചോദിച്ചു. പണമുണ്ടായിരുന്നെങ്കിൽ എന്റെ അച്ഛനെ രക്ഷിക്കാമായിരുന്നു അല്ലേ സർ? ആ ചോദ്യത്തിന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അത് മനുഷ്യ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ആ നിമിഷം ഡോക്ടർ ആദിത്യൻ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി. ഒരു ജീവൻ മുന്നിൽ കിടക്കുമ്പോൾ നോക്കി നിൽക്കുന്നത് ഒരു പരാജയമാണെന്ന്. അന്ന് അദ്ദേഹം ആശുപത്രി വിട്ടത് വികാരത്തിന്റെ പേരിലല്ല, ഒരു കൃത്യമായ തീരുമാനത്തിലാണ്. ഈ സംവിധാനത്തിനുള്ളിൽ നിന്നാൽ ഒരിക്കൽ കൂടി ഇതേ ചോദ്യം വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരും. അന്ന് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും. അതുകൊണ്ടാണ് അദ്ദേഹം പോയത്, ആരോടും വിശദീകരിക്കാതെ. വിശദീകരിച്ചാൽ അത് ന്യായീകരണമായി മാറും എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും അതേ ചോദ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു. രണ്ട് രോഗികൾ, ഒരാൾക്ക് എല്ലാമുണ്ട്, മറ്റൊരാൾക്ക് ഒന്നുമില്ല. ഇന്ന് അദ്ദേഹം മാറി നിന്നാൽ അന്ന് കേട്ട അതേ ചോദ്യം വീണ്ടും കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് അദ്ദേഹം ഇടപെട്ടത്. അതുകൊണ്ടാണ് പണം ഈ തീരുമാനത്തിന്റെ ഭാഗമാകരുതെന്ന് ഉറപ്പാക്കിയതും. അതുകൊണ്ടാണ് രണ്ടാമത്തെ രോഗിയെ ഒരു നിബന്ധനയായി മുന്നോട്ട് വച്ചതും. അത് നിബന്ധനയായിരുന്നില്ല, അത് ഈ തീരുമാനത്തിന്റെ ഉള്ളടക്കമായിരുന്നു. അന്ന് സമയം ലഭിക്കാതെ പോയ ഒരാളെ ഇനി സമയം നിഷേധിക്കില്ല എന്ന ഉറച്ച നിലപാട്. ഇന്ന് ICUവിൽ കിടക്കുന്ന ഈ രണ്ട് ശരീരങ്ങൾ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് നൽകുന്നില്ല, പക്ഷേ ഒരു ശാന്തത നൽകുന്നു. അന്ന് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യം ഇത് ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന ശാന്തത. ഇന്ന് ആരും പണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചോദ്യം ചോദിക്കേണ്ടി വന്നില്ല. അർജുൻ അദ്ദേഹത്തെ നോക്കി നന്ദി പറഞ്ഞു. ചോദ്യങ്ങൾ ചോദിച്ചില്ല. ആ നിശബ്ദത തന്നെ മതിയായിരുന്നു. ഡോക്ടർ ആദിത്യൻ അവിടെ നിന്നു മാറി. അദ്ദേഹം ഇവിടെ തുടരുമോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. ഇന്നെടുത്ത തീരുമാനം അവിടെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു.
OTയുടെ അകത്ത് സമയം അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ സമ്മർദ്ദം മറ്റൊരു രൂപമെടുത്തു. ഇനി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഘട്ടമല്ല, എടുത്ത തീരുമാനങ്ങൾ നിലനിർത്താനുള്ള ഘട്ടമാണ്. ലൈറ്റുകളുടെ വെളിച്ചം ഇപ്പോഴും അതേ തീവ്രതയിൽ തന്നെയായിരുന്നു. പക്ഷേ യന്ത്രങ്ങളുടെ ശബ്ദത്തിൽ ചെറിയൊരു മാറ്റമുണ്ടായിരുന്നു. അലാറം പോലുള്ള ഭീഷണി ഇപ്പോൾ സൂക്ഷ്മമായ മുന്നറിയിപ്പുകളായി മാറിയിരുന്നു. ഇത് വിജയത്തിന്റെ അടയാളമല്ല, പക്ഷെ പരാജയത്തിലേക്ക് വീഴുന്ന വഴിയുമല്ല. വിശ്വനാഥ് മേനോന്റെ ശസ്ത്രക്രിയ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഹൃദയമിടിപ്പ് ഇപ്പോൾ നിയന്ത്രിതമാണ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം സ്ഥിരതയുടെ പരിധിയിൽ. മോണിറ്ററിലെ രേഖകൾ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ ഇപ്പോഴുമുള്ള ഭീഷണി കാണാൻ കഴിയൂ. ഡോക്ടർ ആദിത്യൻ അതാണ് ചെയ്തത്. അദ്ദേഹം ഒരു നിമിഷം പോലും കണ്ണു മാറ്റിയില്ല. ഇവിടെ അവസാന നിമിഷങ്ങളാണ് ഏറ്റവും വഞ്ചകമെന്ന് അദ്ദേഹത്തിന് അറിയാം. എല്ലാം ശരിയായി പോകുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിലാണ് ശരീരം പെട്ടെന്ന് പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ നീക്കവും മുൻപത്തേക്കാൾ സൂക്ഷ്മമാക്കിയത്. ടീം മുഴുവൻ അദ്ദേഹത്തിന്റെ താളത്തിലാണ് നീങ്ങുന്നത്. ആരും അനാവശ്യമായി സംസാരിച്ചില്ല, ആരും ചലനം പാഴാക്കിയില്ല. അതേസമയം രണ്ടാമത്തെ ടേബിളിൽ മറ്റൊരു പോരാട്ടം തുടരുകയായിരുന്നു. ആ മനുഷ്യന്റെ ശരീരം ദീർഘനേരത്തെ സമ്മർദ്ദത്തിന്റെ അടയാളങ്ങൾ കാണിച്ചു. ശ്വാസം ഇപ്പോഴും യന്ത്രത്തിന്റെ സഹായത്തിലാണ്, പക്ഷെ അതിന്റെ താളം നിയന്ത്രിതമാണ്. രക്തസമ്മർദ്ദം അപകടനിലയിൽ നിന്ന് പുറത്താണ്. അത് പൂർണ്ണ സുരക്ഷയല്ല, പക്ഷെ നിലനിൽപ്പാണ്. ഈ ഘട്ടത്തിൽ പല സർജന്മാരും ആശ്വാസം പ്രഖ്യാപിച്ചേക്കാം, പക്ഷേ ഡോക്ടർ ആദിത്യൻ അത് ചെയ്തില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഈ നിമിഷം വരെ ശരീരം വഞ്ചിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടുപേരുടെയും ശസ്ത്രക്രിയ ഒരേ സമയം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മറ്റൊരാൾ അപകടത്തിലാകും. ഈ തുലനം നിലനിർത്തുക തന്നെയാണ് ഈ ഭാഗത്തിന്റെ അവസാന പരീക്ഷണം. വിശ്വനാഥ് മേനോന്റെ ശസ്ത്രക്രിയയിൽ അവസാന നടപടികൾ തുടങ്ങി. ഓരോ ഘട്ടവും കൃത്യമായി പൂർത്തിയാക്കി. മോണിറ്ററിലെ രേഖകൾ വീണ്ടും പരിശോധിച്ചു. യന്ത്രങ്ങളുടെ ശബ്ദം ഇപ്പോൾ സ്ഥിരതയുടെ സൂചന നൽകുന്നു. അതൊരു പ്രഖ്യാപനം മാത്രമല്ല, പക്ഷേ വലിയൊരു മുന്നേറ്റമാണ്. ഡോക്ടർ ആദിത്യൻ അത് മനസ്സിലാക്കി. എങ്കിലും അദ്ദേഹം അവിടെ നിന്ന് മാറിയില്ല. രണ്ടാമത്തെ ടേബിളിലേക്ക് തിരിഞ്ഞു. അവിടെ ശരീരം ഇപ്പോഴും ക്ഷീണിച്ചിരിക്കുകയാണ്. ദീർഘനേരത്തെ പോരാട്ടം അതിന്റെ അടയാളങ്ങൾ കാണിക്കുന്നു. ഈ നിമിഷം ഒരു തെറ്റായ നീക്കം എല്ലാം തിരിച്ചുമാറ്റും. അദ്ദേഹം അവിടെ അവസാന ഇടപെടൽ നടത്തി. വാക്കുകളില്ല, വിശദീകരണമില്ല, ശബ്ദങ്ങളില്ല, കൈകൾ മാത്രം. ചില സെക്കൻഡുകൾ നീണ്ടു. പിന്നെ ചില നിമിഷങ്ങൾ. OTയുടെ അകത്ത് ഒരാളും ശ്വാസമെടുത്തില്ലെന്ന് തോന്നൽ. പിന്നെ മോണിറ്ററിലെ രേഖകൾ പതുക്കെ മാറി. ശ്വാസത്തിന്റെ താളം സ്ഥിരതയുടെ പരിധിയിൽ. രക്തസമ്മർദ്ദം നിയന്ത്രിതമായി. അത് വലിയ വിജയമല്ല, പക്ഷെ ഒരു നിമിഷം വരെ ശരീരം വിട്ടുകൊടുക്കുന്നില്ലെന്ന ഉറപ്പ്. ഈ ഉറപ്പാണ് ഈ രാത്രി നേടാൻ ശ്രമിച്ചതിന്റെ അർത്ഥം. ഡോക്ടർ ആദിത്യൻ രണ്ടുപേരുടെയും മോണിറ്ററുകൾ വീണ്ടും നോക്കി. ഇനി ഏറ്റവും അപകടകരമായ ഘട്ടം പിന്നിലായി. പക്ഷേ അവസാന പരിശോധനകൾ ഇപ്പോഴും ബാക്കി. ഇവിടെ ഒരു നിമിഷം അലസത വന്നാൽ എല്ലാം പാഴാകും. അദ്ദേഹം ഓരോ ഡാറ്റയും വീണ്ടും വിലയിരുത്തി. ടീമിനോട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ശസ്ത്രക്രിയകൾ പതുക്കെ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് നീക്കി. ഒരു ടേബിളിലും ആഘോഷമില്ല, കയ്യടിയില്ല. കാരണം ഈ ജോലിയിൽ വിജയം ശബ്ദമില്ലാത്തതാണ്. ഒടുവിൽ 2 ടേബിളുകളിലും ശസ്ത്രക്രിയകൾ പൂർത്തിയായി. യന്ത്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു, പക്ഷേ ഇനി അവ പോരാട്ടത്തിനല്ല, പിന്തുണയ്ക്കാണ്. ഡോക്ടർ ആദിത്യൻ കൈകൾ താഴ്ത്തി. അതൊരു പ്രഖ്യാപനമായിരുന്നില്ല, പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർക്ക് അതിന്റെ അർത്ഥം വ്യക്തമായിരുന്നു. ഏറ്റവും വലിയ അപകടം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത മണിക്കൂറുകളാണ് നിർണായകം. രണ്ടുപേരെയും ICUവിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകി. OTയുടെ വാതിൽ തുറന്നു. പുറത്ത് കാത്തിരിക്കുന്നവർക്ക് അകത്തെ ശബ്ദങ്ങളൊന്നും കേട്ടിരുന്നില്ല. വാതിൽ തുറക്കുമ്പോൾ വലിയ ശബ്ദമൊന്നുമില്ല, പക്ഷേ ആ നിമിഷം പുറത്തുള്ളവർക്ക് അതൊരു വലിയ സംഭവമാണ്. ഡോക്ടർ ആദിത്യൻ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷമില്ല, നിരാശയുമില്ല, ക്ഷീണം മാത്രം. അദ്ദേഹം ആവശ്യമായ വാക്കുകൾ മാത്രം പറഞ്ഞു. രണ്ടുപേരും ഇപ്പോൾ സ്ഥിരതയിലാണ്. അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ്. ICUവിലേക്ക് മാറ്റണം. അർജുൻ ആദ്യമായി ശ്വാസം വിട്ടു. അത് പൂർണ്ണമായ ആശ്വാസമായിരുന്നില്ല. ദീർഘനേരം പിടിച്ചു നിന്ന ഭാരം അല്പം അയഞ്ഞ നിമിഷം മാത്രമാണ്. രണ്ടാമത്തെ രോഗിയെ മാറ്റുമ്പോൾ നഴ്സുമാർ ചെറിയൊരു പ്രതികരണം ശ്രദ്ധിച്ചു. അത് ബോധമല്ല, പക്ഷേ ശരീരം വിട്ടുകൊടുക്കുന്നില്ലെന്ന സൂചന. ICUവിന്റെ അകത്ത് പുതിയ പോരാട്ടം തുടങ്ങി. പക്ഷേ അത് ഇനി മറ്റൊരു ഘട്ടമാണ്. എമർജൻസി വാർഡ് പതുക്കെ പഴയ താളത്തിലേക്ക് മടങ്ങി. പുതിയ കേസുകൾ എത്തി, പുതിയ ശബ്ദങ്ങൾ ഉയർന്നു. പക്ഷേ ഈ രാത്രി അവിടെ ഉണ്ടായിരുന്നവരുടെ ഉള്ളിൽ എന്തോ മാറിയിരുന്നു. സീനിയർ ഡോക്ടർമാർ തമ്മിൽ നോക്കി. ഇതൊരു മെഡിക്കൽ കേസ് മാത്രമല്ലെന്ന് അവർക്കറിയാം. ഇതൊരു നിലപാടാണ്. അർജുൻ ICUവിന്റെ പുറത്തിരുന്നു. ഫോൺ കയ്യിൽ പിടിച്ചിരുന്നെങ്കിലും ആരെയും വിളിച്ചില്ല. ആദ്യമായി അവൻ രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു. ഇതുവരെ അവനൊരു അജ്ഞാതനായിരുന്നു. ഇപ്പോൾ അവനൊരു മനുഷ്യനാണ്, ഒരു കുടുംബമുള്ള ഒരാൾ. ആ ബോധം അർജുനെ അകത്തു നിന്ന് മാറ്റി. ഡോക്ടർ ആദിത്യൻ ഇടനാഴിയിലൂടെ നടന്നു. ആരും അദ്ദേഹത്തെ തടഞ്ഞില്ല, ആരും നന്ദി പറയാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തിനും അതൊന്നും ആവശ്യമില്ലായിരുന്നു. ഈ രാത്രി അദ്ദേഹം ചെയ്തത് ഒരു ത്യാഗമായി അദ്ദേഹം കണ്ടില്ല, അതൊരു കടമയായി മാത്രം. ആശുപത്രിയുടെ വാതിലിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ പുലരി വെളിച്ചം പൂർണ്ണമായി തെളിഞ്ഞിരുന്നു. ഈ രാത്രി അവസാനിച്ചു. പക്ഷേ ഈ രാത്രിയിൽ എടുത്ത തീരുമാനം അവിടെ അവസാനിക്കുന്നില്ല. 2 ശരീരങ്ങൾ ICUവിൽ കിടക്കുന്നു. ഇനിയും അപകടം മാറിയിട്ടില്ല, പക്ഷെ ദിശ മാറിയിരിക്കുന്നു. ഈ കഥയുടെ അവസാനം വലിയ ശബ്ദത്തോടെ വന്നില്ല, അത് ശാന്തമായി അടഞ്ഞു. ചില മനസ്സുകളിൽ ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട്, ചില മനസ്സുകളിൽ ഉത്തരങ്ങൾ പിറക്കാൻ തുടങ്ങിക്കൊണ്ട്. ഈ രാത്രി ഒരാളെ രക്ഷിച്ചില്ല, രണ്ടുപേരെയും രക്ഷിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യന്റെ തീരുമാനമാണ് ഇവിടെ വിജയിച്ചത്.
ചില കഥകൾ ഒരു രക്ഷാപ്രവർത്തനത്തോടെ അവസാനിക്കില്ല. അവ ഒരു ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയാണ് അവസാനിക്കുന്നത്. ഈ കഥയും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ നോക്കി നിന്ന മനുഷ്യൻ ഇന്ന് നോക്കി നിൽക്കാതെ തീരുമാനമെടുത്ത കഥ.